പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് നമുക്ക് ഉള്ളും ഹൃദയവും മനസ്സും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം 2 സാമുവേൽ 16-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം. ദാവീദ് മഹാരാജാവ് സിംഹാസനം നഷ്ടപ്പെട്ട് പലായനം ചെയ്തു പോകുമ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഷിമായി എന്ന് പറയുന്നൊരു മനുഷ്യൻ അവന് സമാന്തരമായി നടന്ന് അവന്റെ നേരെ കല്ലും മണ്ണും വലിച്ചെറിയുകയും ഉഗ്രശബ്ദത്തിൽ ചീത്ത വിളിച്ചു പറയുകയും ചെയ്തു. എല്ലാം കേട്ട് സഹികെട്ട് ദാവീദിന്റെ അനുചരൻ അബിഷായി ദാവീദിനോട് ചോദിക്കുന്നുണ്ട്, നാഥാ, ഈ ചത്ത നായയെ ഞാൻ വെട്ടിക്കൊല്ലട്ടെ? അപ്പൊ ദാവീദ് ഷിമായിയോട് പറഞ്ഞു, എന്തിന്? അവന്റെ അധരങ്ങളിൽ ദാവീദിനെ ശപിക്കുവാൻ ദൈവമായ കർത്താവാണ് ആ ശാപവാക്കുകൾ വെച്ചു കൊടുത്തതെങ്കിൽ നിനക്ക് തടയാനായിട്ട് പറ്റുമോ? എൻ്റെ കഷ്ടത കണ്ട് ദൈവം എന്നെ കൂടുതൽ അനുഗ്രഹിക്കും. അവൻ പറയുന്ന ശാപവാക്കുകൾക്ക് പകരമായി ദൈവം എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയും. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിൽ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരും നിങ്ങൾക്ക് നേരെ ഉതിർക്കുന്ന ശാപവാക്കുകളുടെയും കണ്ണുനീരിൻ്റെയും പകയുടെയും വെറുപ്പിൻ്റെയും മുമ്പിൽ നിങ്ങൾ പ്രതികരിക്കുവാൻ നിൽക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് ചിലപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ചില കഷ്ടതകൾ വരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ അധരങ്ങളിലും കരങ്ങളിലും കർത്താവാണത് വെച്ചു കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എതിർക്കുവാനോ തടയുവാനോ പറ്റുമോ? എന്നാൽ ദൈവമായ കർത്താവിൽ നിന്റെ ജീവിതത്തിന്റെ അപമാനത്തിന്റെയും കണ്ണുനീരിന്റെയും നാശത്തിന്റെയും നടുവിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി ദൈവത്തോട് ആ നിമിഷവും പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് കർത്താവ് കാത്തിരിക്കുന്ന അനുഭവം ഉണ്ടാകും. കർത്താവ് ഒരിക്കലും നിന്റെ ജീവിതത്തെ കൈവിടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവിൽ സമ്പൂർണമായിട്ട് ആശ്രയിച്ച് തന്നെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുക. ഓരോ പ്രഭാതത്തിലും ദൈവം നിരന്തരമായ കൃപകൾ നിന്റെ ജീവിതത്തിലേക്ക് വർഷിച്ച് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിനക്ക് നേരെ വരുന്ന ശാപവാക്കുകൾക്ക് പകരമായി, നിനക്ക് നേരെ വരുന്ന പരിഹാസങ്ങൾക്ക് പകരമായി നിന്റെ കർത്താവ് നിന്നെ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് ദൈവം അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകും. അതിനുവേണ്ടി ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ, ജീവിതത്തെ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആബാ സ്വർഗീയ പിതാവേ, ഈ ദിനം അനുഗ്രഹത്തിൻ്റെതാകണമേ. അങ്ങയോട് ചേർന്ന് നിന്ന് വിശുദ്ധിയും കൃപയും പ്രാപിക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.